പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കഷ്ണം ചേനയും 2 വാഴയ്ക്കാണ്. ഇന്ന് മോരുകറി ഉണ്ടാക്കിയാലോ? മോരുകാളൻ എന്നൊക്കെ പറയില്ലേ, കാളൻ. അപ്പോൾ ഇന്ന് അതുണ്ടാക്കുക. കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചേനേൻ്റെ കളറ് മാറിപ്പോയില്ലേ, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് കഴുകിയിട്ട് നല്ല കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ടുണ്ട് കഷ്ണങ്ങൾ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി വേവിക്കാൻ വയ്ക്കാം. മോരുകാളൻ്റെ അരവിന് 1 മുറി തേങ്ങ, പച്ചമുളക്, 5 വെള്ളുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലോണം അരയ്ക്കണം. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ ഇറക്കി വെച്ചു. 3 വിസിലിട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വേവിച്ച കഷ്ണങ്ങൾ ഇടാം. കഷ്ണം വെന്തിട്ടുണ്ട്. ഇത് ഉടയ്ക്കണം എന്നുള്ളവർക്ക് ഉടയ്ക്കാം, ഞാൻ ഉടയ്ക്കുന്നില്ല. ഇതിൽ നമ്മൾ അരച്ച അരവ് ചേർക്കാണ്. പച്ചമുളകും വെള്ളുള്ളിയും തേങ്ങയും കൂടെ ചേർത്ത് അരവ് ചേർത്തു. ഇത് തൈരാണേ. 1/2 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈരാണ്. ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കുക. അപ്പോൾ തൈരൊന്ന് ഉടഞ്ഞിട്ടും. ഇതാ തൈര്, ഇതാ ഇതും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് കറി ചട്ടിയിലിരുന്നേ കുറുകും, അപ്പം കുറച്ചധികം വെള്ളം ചേർക്കുക. ഇത്ര മതി. ഇത് നല്ലോണം ഇളക്കുക. ഈ കഷ്ണത്തിൻ്റെ മുകളിലുള്ള മഞ്ഞളിൻ്റെ കളറൊക്കെ പുറത്തേക്ക് വരണ്ടേ, അപ്പം ഇതിന് നല്ലോണം ഇളക്കുക. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. ശകലം ഉപ്പ് കുറവാണ്. ഉപ്പ് ചേർക്കാം. ഇതിലിനി കുരുമുളക് പൊടി ചേർക്കൂട്ടോ. കറി നല്ലോണം ചൂടായി വരുന്നുണ്ട്. കുമിളകൾ വന്ന് തുടങ്ങി കണ്ടോ. ഈ കറിക്ക് ഇപ്പം വലിയ എരിവില്ല. കുരുമുളക് പൊടിയും ചേർക്കണം. ഉണക്കമുളക് കൊണ്ട് വറവിടുമ്പോൾ എരിവ് ശരിയാവും. ഇതാ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു. ഇതാ കുമിളകൾ വന്നില്ലേ, തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റവ് ഓഫ് ചെയ്തു.
സ്റ്റവ് ഓഫ് ചെയ്തിട്ടും കണ്ടോ ചട്ടീൻ്റെ ചൂടുകൊണ്ടേ തിളയ്ക്കാൻ പാടില്ല. വറവിടാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവാണ്. കുറച്ച് കടുകിട്ടു. കാൽ ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവയും കടുകും പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതാണ്, അതും ഇടുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. ഈ വറവ് കറിയിലേക്ക് ഒഴിക്കുക. ഇതിലുള്ള ഈ ഉണക്കമുളകിൻ്റെ എരിവും കൂടെ ചേരുമ്പോഴാണ് ഈ കറി സൂപ്പറാവുക. അപ്പം നമ്മുടെ സൂപ്പർ മോരുകാളൻ റെഡി ആയിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കണ്ടോ കറീൻ്റെ കളറൊക്കെ മാറി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.